നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ 5ാമത്തെ മൊഡ്യൂളിൽ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിതുവരെ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, അതായത് ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു മൊഡ്യൂളിൻ്റെ ബാക്കി പകുതി എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും അടുത്തൊരു മൊഡ്യൂൾ കംപ്ലീറ്റും എയർപോർട്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ പാർട്ട് 3യിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. എന്താണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ്? പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എയറിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു മുഖ്യ ഘടകമാണ് എയർപോർട്ട്. അതായത് നമ്മുടെ എയ്റോപ്ലെയിനും കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഹെലികോപ്റ്റർ എന്താണെങ്കിലും എയറിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ്, അതിനുള്ള സൗകര്യം, റൺവേ, ബാക്കി കുറേ കാര്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ കാർഗോ എല്ലാം കൊണ്ട് ഈ ഒരു എയ്റോപ്ലെയിനിലേക്കോ അല്ലെങ്കിൽ എന്തിലേക്കാണെങ്കിലും നമുക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണോ അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന, അതിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ബ്രാഞ്ചാണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ എയർപോർട്ട് എഞ്ചിനീയറിംഗ് എൻകംപാസസ് ദ പ്ലാനിംഗ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ടെർമിനൽസ്, റൺവേസ് ആൻഡ് നാവിഗേഷൻ എയ്ഡ്സ് ടു പ്രൊവൈഡ് ഫോർ പാസഞ്ചർ ആൻഡ് ഫ്രൈറ്റ് സർവീസ്. ഫ്രൈറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം, അതായത് പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പം നമ്മൾ മനുഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. എയർപോർട്ട് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് എയർപോർട്ട്സ്. ദേ മസ്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇമ്പാക്ട്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻ ദെയർ ഡിസൈൻ ഓഫ് എയർപോർട്ട് ഫെസിലിറ്റീസ്. ഒരു എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു എഞ്ചിനീയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എയർപോർട്ടിൻ്റെ ഡിസൈൻ, അതുപോലെ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കുക. ഓക്കെ, അപ്പോൾ ചില എയർക്രാഫ്റ്റ്, ലാർജ് ആയിട്ടുള്ള വലിയ ടൈപ്പ് എയർക്രാഫ്റ്റ്, സ്മോൾ എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള റൺവേസ് അല്ലെങ്കിൽ ടെർമിനൽസ് എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു എയർപോർട്ട് എഞ്ചിനീയറുടെ മെയിൻ ചുമതല. These engineers must use the analysis of predominant wind direction to determine runway orientation, determine the size of runway border and safety areas, different wing-to-wing tip clearance, wing-tip to wing-tip clearance for all gates, and must designate the clear zones in the entire port. അതായത് ഒരു എയർപോർട്ടിൻ്റെ മുക്കും മൂലയും ഈ ഒരു എയർപോർട്ട് എഞ്ചിനീയറുടെ ഡിസൈൻ അനുസരിച്ചാണ് വരിക. അത് അറ്റ്മോസ്റ്റ് കെയർ നമ്മൾ കൊടുത്തിരിക്കണം ഫോർ ദ വിൻഡ് ഡയറക്ഷൻ, ടു ഡിറ്റർമിൻ ദ റൺവേ ഓറിയൻറ്റേഷൻ, ടു ഡിറ്റർമിൻ ദ സൈസ് ഓഫ് റൺവേ ബോർഡർ ആൻഡ് സേഫ്റ്റി ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊരു വിൻഡിൻ്റെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണ് വിൻഡ് പാസ് ചെയ്ത് പോകുന്നത്, അതൊക്കെ എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നതിനെ ബാധിക്കും. സോ എങ്ങനെയായിരിക്കണം റൺവേ ഓറിയൻറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഏരിയയിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള വിൻഡിൻ്റെ ഡയറക്ഷൻ ഏതാണ്, ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ എയർക്രാഫ്റ്റ് അപ്പോൾ വന്ന് ലാൻഡ് ചെയ്താലാണ് സേഫായിട്ട് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം ആര്? ഈ ഒരു എയർപോർട്ട് എഞ്ചിനീയർ എന്ന് പറയുന്നത്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഈ ഒരു എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മെക്കാനിക്കലും വരുന്നുണ്ട്, സിവിലിൻ്റെ കുറച്ച് പോർഷൻ, അതായത് റൺവേ കാര്യങ്ങളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ് ഡിസൈൻ ചെയ്തത്. എയർക്രാഫ്റ്റ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിനുള്ള നമ്മൾ പഠിക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ ബ്രാഞ്ച് തന്നെ വേറെ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു സ്മോൾ പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിവിലിൻ്റെയും കൂടി ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ആൻ എയർപോർട്ട്? An airport is a facility where passengers connect from ground transportation to air transportation. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ വഴി എത്തിച്ചേരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിലേക്ക് ആളുകളെ എത്തിക്കുക. എവിടെ നിന്ന്? എയർ ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന്. ഒന്നുകിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് എയർ ട്രാൻസ്പോർട്ടേഷൻ വഴി വീണ്ടും ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൽ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എയർപോർട്ട് ഈസ് എ ഫെസിലിറ്റി വെർ പാസഞ്ചേഴ്സ് കണക്ട് ഫ്രം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ടു എയർ ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഈസ് എ ലൊക്കേഷൻ വെർ എയർക്രാഫ്റ്റ് സച്ച് എസ് എയർപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ്. ഹെലികോപ്റ്റേഴ്സോ എയർക്രാഫ്റ്റോ എയർപ്ലെയിൻസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനാണ് എയർപോർട്ട്. എയർക്രാഫ്റ്റ് മേ ഓൾസോ ബി സ്റ്റോർഡ് or maintained at an airport. An airport should have runway for takeoff and landing, buildings such as hangars and terminal buildings. ഒരു എയർപോർട്ടിന് റൺവേ വേണം, ടെർമിനൽ ബിൽഡിങ്സ് വേണം, റൺവേ ടു ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് ഓഫ് ആൻ എയർക്രാഫ്റ്റ്. അതുപോലെ എയർക്രാഫ്റ്റ് സ്റ്റോർ ചെയ്യാനും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും നിർത്തിയിടുന്നതും എയർപോർട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എയർഫീൽഡ്. കുറച്ച് പുതിയ ടേമുകൾ നിങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പുതിയ ടേംസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. എയർഫീൽഡ് ഈസ് ആൻ ഏരിയ വേർ ആൻ എയർക്രാഫ്റ്റ് ക്യാൻ ലാൻഡ് ആൻഡ് ടേക്ക് ഓഫ് വിച്ച് മേ ഓർ മേ നോട്ട് ബി എക്വിപ്ഡ് വിത്ത് എനി നാവിഗേഷണൽ എയ്ഡ്സ് ഓർ മാർക്കിങ്സ്. മെനി ഗ്രാസ് സ്ട്രിപ്സ് ആർ ഓൾസോ ഡെസിഗ്നേറ്റഡ് ആസ് എയർഫീൽഡ്സ്. ഒരു എയർക്രാഫ്റ്റിന് വന്ന് ലാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനോ പാകത്തിനുള്ള ഒരു ഏരിയയാണ് നമ്മൾ എയർഫീൽഡ് എന്ന് പറയുക. പക്ഷേ റൺവേയിൽ നിന്ന് ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് ആ ഒരു പ്ലേസിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ഗ്രാസിൻ്റെ സ്ട്രിപ്പുകളായിരിക്കും. അതുപോലെ ഒരു തരത്തിലുള്ള നാവിഗേഷണൽ എയ്ഡ്സും സാധാരണയായിട്ട് കാണാറില്ല. ചിലപ്പോൾ നാവിഗേഷണൽ എയ്ഡ്സ് ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ മാർക്കിങ്സ് ഒക്കെ ലാൻഡ് ചെയ്യേണ്ട മാർക്കിങ്സ് എല്ലാം ടേക്ക് ഓഫ് ചെയ്യേണ്ട മാർക്കിങ്സ് എല്ലാം ചിലപ്പോൾ ഉണ്ടാകണം എന്നൊരു നിർബന്ധവും ഇല്ലാത്ത ഗ്രാസ് നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാസിൻ്റെ സ്ട്രിപ്സ് ഉള്ള ടൈപ്പ് ഒരു ലാൻഡാണ് ഏരിയനെയാണ് നമ്മൾ എയർഫീൽഡ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എയർഫീൽഡിൻ്റെ ഫിഗറാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു തരത്തിലുള്ള മാർക്കിങ്സും ഒരു തരത്തിലുള്ള നാവിഗേഷണൽ എയ്ഡ്സും ഫിഗറിലില്ല. നെക്സ്റ്റ് വൺ ഈസ് എയറോഡ്രോംസ്. എ ഡിഫൈൻഡ് ഏരിയ ഓർ ലാൻഡ് ഓർ വാട്ടർ intended to be used either wholly or in part for the arrival and departure and surface movement of aircraft. എയറോഡ്രോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫൈൻഡ് ഏരിയ ആണ്. അതിൽ ബിൽഡിങ്സും ഇൻക്ലൂഡിങ് എനി ബിൽഡിങ്സ്, ഇൻസ്റ്റലേഷൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടിയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ എയറോഡ്രോംസ് എന്ന് പറയുക. അതായത് അവിടെ നമ്മൾ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ അറൈവലും ഡിപ്പാർച്ചറും അതുപോലെ സർഫസ് മൂവ്മെൻറ്റും ഒക്കെ പോസിബിൾ ആകുന്ന രീതിക്കുള്ള ആ ഒരു ഏരിയയാണ് എയറോഡ്രോംസ്. ഇതൊരു എയർപോർട്ടാണ്, ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി the International Civil Aviation Organization, ICAO. The International Civil Aviation Organization, an agency of United Nations, codifies the principles and techniques of international air navigation and fosters the planning and development of international airport to ensure the orderly growth, ensure the safety and orderly growth. അതായത് ICAO ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ എയർ നാവിഗേഷനെ കുറിച്ചുള്ള ടെക്നിക്സും പ്രിൻസിപ്പിൾസും പ്രൊവൈഡ് ചെയ്യുകയും അതിനെ കോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം കോഡ്സ് എല്ലാം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം നമുക്ക് വന്നത് എന്തുകൊണ്ടാണ്? കോമൺ ആയിട്ട് എവിടെ നമുക്ക് വേണമെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ അളവ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു യൂണിറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ICAOയ്ക്ക് ഉള്ളത്. ഇൻ്റർനാഷണൽ എയർ നാവിഗേഷനെ കോഡിഫൈ ചെയ്യുക, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് കോഡിഫൈ ചെയ്യുക, അതുപോലെ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും ഒന്ന് പൊതുവെ എങ്ങനെയാണ് വേണ്ടത്, അതായത് ഇതിനെ മൊത്തത്തിലൊന്ന് നിയന്ത്രിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഉള്ളത്, ടു എൻഷുർ ദ സേഫ് ആൻഡ് ഓർഡർലി ഗ്രോത്ത്. ഇനി എയർപോർട്ടിനെ നമുക്ക് മെയിനായിട്ട് മൂന്നാക്കി തിരിക്കാം. ഇൻ്റർനാഷണൽ എയർപോർട്ട്സ്, റീജിയണൽ എയർപോർട്ട്സ്, ഡൊമസ്റ്റിക് എയർപോർട്ട്സ്. നിങ്ങൾക്കറിയാം നമ്മൾ കുറേ ഇൻ്റർനാഷണൽ എയർപോർട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ
റീജിയണൽ എയർപോർട്ട്സ് ഉണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്സ് ഉണ്ട്. ഇനി ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹാസ് ഡയറക്റ്റ് സർവീസ് ടു മെനി അതർ എയർപോർട്ട്സ്. അതായത് ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിലേക്ക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഏരിയയിലുള്ള എയർപോർട്ടിലേക്ക് പോലും ഫ്ലൈറ്റ് ഫെസിലിറ്റി ഉള്ള ആ ഒരു ടൈപ്പ് എയർപോർട്ടിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഹാൻഡിൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ എയർലൈൻസ് ബോത്ത് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. കാർഗോയ്ക്കും പാസഞ്ചേഴ്സിനും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. മെനി ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഓൾസോ സെർവ് ആസ് ഹബ്സ് ഓർ പ്ലേസസ് വെർ നോൺ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് മേ ലാൻഡ് ആൻഡ് പാസഞ്ചേഴ്സ് സ്വിച്ച് പ്ലെയിൻസ്. അതായത് കറക്റ്റായിട്ടുള്ള അവിടേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലെയിൻസ് അല്ലാതെ നോൺ ഡയറക്റ്റ് ഫ്ലൈറ്റ്സിനും അവിടെ വന്ന് ലാൻഡ് ചെയ്യാനും പാസഞ്ചേഴ്സിന് ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്ലെയിനിൽ നിന്ന് മറ്റൊരു പ്ലെയിനിലേക്ക് സ്വിച്ച് ചെയ്ത് മാറാനും. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില സ്ഥലത്ത് ഇറങ്ങി നമ്മളിങ്ങനെ സാധാരണത്തെ റോഡ് ട്രാൻസ്പോർട്ടൊക്കെ പോലെ തന്നെ നമുക്ക് ഒരു ഫെസിലിറ്റി ഈ ഒരു എയർപോർട്ട് പ്രൊവൈഡ് ചെയ്യും. വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന പാസഞ്ചേഴ്സിന് അടുത്ത ഫ്ലൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളൊരു ഫെസിലിറ്റി ഈ ഒരു എയർപോർട്ടിൽ ഉണ്ടായിരിക്കും. ടിപ്പിക്കലി എക്യുപ്ഡ് വിത്ത് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ടു ഹാൻഡിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ടു ആൻഡ് ഫ്രം അതർ കൺട്രീസ്. അതർ കൺട്രീസിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിനെ വരാനും പോകാനുള്ള ഫെസിലിറ്റി ടിപ്പിക്കലി അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സച്ച് എയർപോർട്ട്സ് ആർ യൂഷ്വലി ലാർജർ ആൻഡ് ഓഫൻ ഫീച്ചർ ലോങ്ങർ റൺവേസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ടു അക്കോമഡേറ്റ് ലാർജ് എയർക്രാഫ്റ്റ്. ലാർജ് എയർക്രാഫ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള റൺവേ, അത്രയും ലെങ്ത്തിലുള്ള റൺവേ ഇവിടെ ഈ ഒരു എയർപോർട്ടിന് ഉണ്ടായിരിക്കും. പൊതുവേ ഈ ഒരു എയർപോർട്ട് വലിയ എയർപോർട്ടായിരിക്കും. ഓക്കെ, ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ എയർപോർട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഈ ഒരു എയർപോർട്ടിൽ ഉണ്ട്. ഇത് വേറൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫിഗറാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഡൊമസ്റ്റിക് എയർപോർട്ട്. A domestic airport is an airport which handles only domestic flights or flights within the same country. ഒരു കൺട്രിയുടെ അകത്തുള്ള, ഒരു രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഫ്ലൈറ്റ്സിനെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെ മാനേജ് ചെയ്യുന്ന ടൈപ്പ് എയർപോർട്ടുകളെയാണ് നമ്മൾ ഡൊമസ്റ്റിക് എയർപോർട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിനെ മാത്രം മാനേജ് ചെയ്യുക, ആ ഒരു ടൈപ്പ് എയർപോർട്ട്സ് ആണ് ഡൊമസ്റ്റിക് എയർപോർട്ട്സ്. Domestic airports don't have custom and immigration facilities and are therefore incapable of handling flights to or from a foreign airport. ഒരു ഫോറിൻ എയർപോർട്ടിൽ നിന്നുള്ള, അതായത് ഒരു ഫോറിൻ രാജ്യത്തു നിന്നുള്ള എയർപോർട്ടിൽ നിന്ന് ഉള്ള ഫ്ലൈറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിന് ഉണ്ടായിരിക്കില്ല. ദീസ് എയർപോർട്ട്സ് നോർമലി ഹാവ് ഷോർട്ട് റൺവേസ് വിച്ച് ആർ സഫിഷ്യൻറ്റ് ടു ഹാൻഡിൽ ഷോർട്ട് ഓർ മീഡിയം ഹോൾ എയർക്രാഫ്റ്റ്. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആ ഒരു സൈസിലുള്ള എയർപോർട്ട് ആയിരിക്കില്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ, ഇതിലുള്ള റൺവേ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ഫീച്ചർ ലോങ്ങർ ആണെന്ന് പറഞ്ഞു. അത്രയും ലെങ്ത്ത് ഇതിന് ഉണ്ടായിരിക്കില്ല. ഇത് ഷോർട്ട് ഓർ മീഡിയം എയർക്രാഫ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ള റൺവേസേ ഡൊമസ്റ്റിക് എയർപോർട്ടിന് ഉണ്ടായിരിക്കുള്ളൂ. Next one is the regional airport. A regional airport is an airport serving traffic within a relatively small or lightly populated geographical area. അതായത് ഒരു രാജ്യത്ത് നിന്നുള്ള എയർക്രാഫ്റ്റിന് മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ മാത്രം നടക്കുന്നതാണ് ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു സ്മോൾ ജിയോഗ്രഫിക്കൽ ഏരിയയിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എയർപോർട്ടുകളെയാണ് നമ്മൾ റീജിയണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. എ റീജിയണൽ എയർപോർട്ട് യൂഷ്വലി ഡസ് നോട്ട് ഹാവ് കസ്റ്റം ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ടു പ്രോസസ് ട്രാഫിക് ബിറ്റ്വീൻ കൺട്രീസ്. ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കുള്ള ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ്സ് ഈ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേ ടേക്ക് ഓഫ് ചെയ്യേ ചെയ്യില്ല. എയർക്രാഫ്റ്റ് യൂസിങ് ദീസ് എയർപോർട്ട്സ് ടെൻഡ് ടു ബി സ്മോളർ ബിസിനസ് ജെറ്റ്സ് ഓർ പ്രൈവറ്റ് എയർക്രാഫ്റ്റ്. ഇത് ഒന്നുകിൽ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ സ്മോളർ ആയിരിക്കും ഈ ഒരു ടൈപ്പ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യു എസിലുള്ള റീജിയണൽ എയർപോർട്ടിൻ്റെ ഫിഗറാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ബിൽഡിങ്സും അതുപോലെ ഒരു സ്മോളർ റൺവേയും മാത്രമേ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അടുത്തത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ, സ്പാൻ ഓഫ് വിങ്സ്. ദിസ് ഡിസൈഡ്സ് ദ വിഡ്ത്ത് ഓഫ് ടാക്സിവേ, സൈസ് ഓഫ് ഏപ്രൺസ് ആൻഡ് ഹാങ്കേഴ്സ്. ഇതിൽ വിങ്ങിൻ്റെ സ്പാനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു എയർപോർട്ടിൻ്റെ ടാക്സി വേയുടെ സൈസ്, അത് വിഡ്ത്ത് ഓഫ് ടാക്സി വേ, അതുപോലെ സൈസ് ഓഫ് ഏപ്രൺ, സൈസ് ഓഫ് ഹാങ്കേഴ്സ് എല്ലാം. അതുപോലെ ഹൈറ്റ്. ദിസ് ഡിസൈഡ്സ് ദ ഹൈറ്റ് ഓഫ് ഹാങ്കർ ഗേറ്റ് ആൻഡ് മിസലേനിയസ് ഇൻസ്റ്റാളേഷൻ ഇൻസൈഡ് ദ ഹാങ്കർ. ഹാങ്കറിൽ നിന്നുള്ള മിസലേനിയസ് ഇൻസ്റ്റലേഷനും അതുപോലെ ഹാങ്കർ ഗേറ്റിൻ്റെ ഹൈറ്റും എല്ലാം ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ വീൽ ബേസ്. ദിസ് ഡിസൈഡ്സ് മിനിമം ടാക്സിവേ റേഡിയസ്. ടാക്സിവേ റേഡിയസിൻ്റെ മിനിമം എത്രയാണ്, മിനിമം ടാക്സിവേ റേഡിയസ് എത്ര വേണമെന്നുള്ളത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ വീൽ ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടെയിൽ വിഡ്ത്ത് റിക്വയർഡ് ഫോർ സൈസ് ഓഫ് പാർക്കിംഗ് ആൻഡ് ഏപ്രൺ. മിനിമം ടേണിംഗ് റേഡിയസ് ടു ഡിറ്റർമിൻ ദ റേഡിയൈ അറ്റ് ends of taxiway and to ascertain the position of the loading apron. പിന്നെ ഗ്രോസ് ടേക്ക് ഓഫ് വെയ്റ്റ്. ഇറ്റ് ഗവേൺസ് ദ തിക്നെസ് ഓഫ് റൺവേ. ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡിസ്റ്റൻസസ്. എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് സച്ച് as altitude of the airport, gradient of runway, direction of intensity of wind, temperature and the manner of landing and takeoff which influence the takeoff and landing distances. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ എയർപോർട്ട്, ഗ്രേഡിയൻ്റ് ഓഫ് റൺവേ, ഡയറക്ഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് ദ മാനർ ഓഫ് ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് എല്ലാം തന്നെ ഈ ലാൻഡിങ് ഡിസ്റ്റൻസിനെ, ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ടയർ പ്രഷർ ആൻഡ് കോണ്ടാക്ട് ഏരിയ. ഇറ്റ് ഗവേൺസ് ദ തിക്നെസ് ഓഫ് പേയ്മെൻറ്റ്. ആ റൺവേയിൽ കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ തിക്നെസ്സിനെ ഈ ഒരു ടയർ പ്രഷറും കോണ്ടാക്ട് ഏരിയയും ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് വൺ ഈസ് റേഞ്ച്. ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഹെൻസ് ദ പീക്ക് ട്രാഫിക് വോളിയം ആൻഡ് ദ റൺവേ കപ്പാസിറ്റി ഡിപ്പെൻഡ് അപ്പോൺ ദ നോർമൽ ഹോൾ ലെങ്ത് ഓർ ദ റേഞ്ച്. ഓപ്പറേഷൻ്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ പീക്ക് ട്രാഫിക് വോളിയം എല്ലാം തന്നെ ഈ ഒരു നോർമൽ ഹോൾ ലെങ്ത്തിനെ അല്ലെങ്കിൽ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എയർപോർട്ട്. നമ്മളൊരു എയർപോർട്ടിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ആ ഒരു സെലക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ അവൈലബിലിറ്റി ഓഫ് അഡിക്വേറ്റ് ഏരിയ. നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണോ, ഡൊമസ്റ്റിക് ആണോ, അല്ലെങ്കിൽ റീജിയണൽ എയർപോർട്ടാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ലാൻഡ്. സോ ആ ഒരു ലാൻഡ്, അഡിക്വേറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് ദ ആക്സസിബിലിറ്റി. അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരു ഏരിയ ആണോ എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ്. പിന്നെ ടോപ്പോഗ്രഫി, സോയിൽ കണ്ടീഷൻ ആൻഡ് ഡ്രെയിനേജ്. ആ ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, സോയിൽ കണ്ടീഷൻ എന്താണ്, ഡ്രെയിനേജ് ഫെസിലിറ്റി എന്താണെന്നുള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സാണ്. അവൈലബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഒരുപാട് ദൂരത്ത് നിന്നും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എത്തിക്കാൻ ഒരുപാട്, അതൊരു എക്കണോമിക്കലായിട്ടുള്ള കാര്യമല്ല, അതുപോലെ റിസ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ ആ ഒരു ഏരിയയിൽ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. കോസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, ട്രാഫിക് വോളിയം ആൻഡ് ടൈപ്പ് ഓഫ് ട്രാഫിക്. അവിടുത്തെ ട്രാഫിക് വോളിയം എങ്ങനെയാണ്, ടൈപ്പ് ഓഫ് ട്രാഫിക് എന്തൊക്കെയാണ് ആ ഒരു ഏരിയയിൽ. ക്രോസ് വിൻഡ് കമ്പോണൻറ്റ്, വിൻഡിൻ്റെ, അതായത് വിൻഡിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പ്രോക്സിമിറ്റി ഓഫ് എയർവേസ്, അതായത് നിയർനെസ് ഓഫ് എയർവേസ്. പിന്നെ സേഫ്റ്റി ഫാക്ടേഴ്സ്, റവന്യൂസ്, ഇതെല്ലാം തന്നെ എയർപോർട്ടിൻ്റെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇതാണ് ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് ആൻ എയർപോർട്ട്. ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് 1 to 18 നമ്പേഴ്സ് വരെ ഈ ഒരു എയർപോർട്ടിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റൺവേ ലൈറ്റിംഗ്, അതുപോലെ റൺവേ ഡെസിഗ്നേറ്റർ, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ടാക്സി സ്റ്റാൻഡ്, ഫയർ സ്റ്റേഷൻ, ഹെലികോപ്റ്റർ സ്റ്റാൻഡ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് നമ്പർ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ റൺവേ കൊടുത്തിട്ടുണ്ട്, ടാക്സി വേ കൊടുത്തിട്ടുണ്ട്.
ഏപ്രൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹാങ്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പാർക്കിംഗ്, ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് ആൻ എയർപോർട്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ആൻ എയർപോർട്ട് ലേ ഔട്ട്. അതിൽ ഒന്നാമത് വരുന്നത് റൺവേ, ടെർമിനൽ ബിൽഡിംഗ് ആണ് അടുത്തത്, പിന്നെ ഏപ്രൺ, ടാക്സി വേ, എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്, ഹാങ്കർ, കൺട്രോൾ ടവർ ആൻഡ് പാർക്കിംഗ്. എന്താണ് റൺവേ എന്നുള്ളത് നമുക്ക് നോക്കാം. എ റൺവേ ഈസ് ദ ഏരിയ വെർ ആൻ എയർക്രാഫ്റ്റ് ലാൻഡ്സ് ഓർ ടേക്ക് ഓഫ്. ഇറ്റ് ക്യാൻ ബി ഗ്രാസ് or packed dirt or a hard surface such as asphalt or concrete. Runways have special markings on them to help a pilot in the air to tell that it is a runway and to help them where they are landing or take off. Runway markings are white. ഒരു റോഡ് പോലെ തന്നെ, പക്ഷേ ഒരു റോഡല്ല. റൺവേ എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു റോഡ് പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ റൺവേ എന്ന് പറയുന്നത്. അതൊന്നുകിൽ ഗ്രാസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാക്ഡ് ഡേർട്ട് ആയിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ അസ്ഫാൾട്ട് ഓർ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം. അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിലായിട്ടായിരിക്കും റൺവേ മാർക്കിങ്സ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൺവേ മാർക്കിങ്സ് ആണ് എയറിലുള്ള എയർക്രാഫ്റ്റിലുള്ള പൈലറ്റിനെ, അതായത് ഒന്നുകിൽ ടേക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു എയർക്രാഫ്റ്റ്, അതിനകത്തിരിക്കുന്ന പൈലറ്റിന് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എവിടെ ലാൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള മാർക്കിങ്സ് കാണിക്കുന്നത് ഈ ഒരു റൺവേയിൽ വൈറ്റ് കളറിലായിട്ടാണ്. മോസ്റ്റ് റൺവേസ് ഹാവ് നമ്പർ ഓൺ ദ എൻഡ്. ദ നമ്പർ ഈസ് ദ റൺവേസ് കോമ്പസ് ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, runway number 36 would be pointing north or 360 degrees. Some airports have more than one runway going to the same direction. So, they add letters to the end of the number. R for right, C for center and L for left. അപ്പോൾ റൺവേയിൽ ചില റൺവേയിൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചില റൺവേയിൽ ലെറ്റേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് റൺവേയുടെ ഫിഗർ എന്ന് പറയുന്നത്. 36 എന്ന് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടോപ്പിൽ കാണിച്ചിരിക്കുന്ന റൺവേയിൽ. ഓക്കെ, പിന്നെ ചില റൺവേസിൽ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ ഉള്ളതിനുള്ള RL എന്നൊക്കെയുള്ള നൊട്ടേഷൻസ് ആയിരിക്കും കാണിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ ടെർമിനൽ ബിൽഡിങ്സ്, ഓൾസോ നോൺ ആസ് എയർപോർട്ട് ടെർമിനൽ. ദീസ് ബിൽഡിങ്സ് ആർ ദ സ്പേസസ് വെർ പാസഞ്ചേഴ്സ് ബോർഡ് ഓർ alight from flights. These buildings house all the necessary facilities for passengers to check in their luggage, clear the custom and have lounges to wait before disembarking. The terminals can house cafes, lounges and bars to serve a waiting area for passengers. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു എയർപോർട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് പാസഞ്ചേഴ്സിന് വെയിറ്റ് ചെയ്യാനും അതുപോലെ കഫേ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ലഗേജ് എല്ലാം നമ്മുടെ എയർക്രാഫ്റ്റിലേക്ക് ലഗേജ് എല്ലാം മാറ്റാനും, അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലഗേജ് അവിടെ, അതായത് നമ്മൾ അറിയാവുന്ന കാര്യമാണല്ലോ നിങ്ങൾക്ക്, നമ്മൾ കൂടെ കൊണ്ടുപോകല്ല, കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിനൊരു അളവൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലഗേജ് എല്ലാം സ്മൂത്തായിട്ട് എയർക്രാഫ്റ്റിലേക്ക് പാസ് ചെയ്യാനും കസ്റ്റംസിൻ്റെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിയാനും നമുക്കതുപോലെ വെയിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിങ്ങിനെയാണ് നമ്മൾ ടെർമിനൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. അത് എയർപോർട്ട് ടെർമിനൽ എന്നും അതിനെ പറയാറുണ്ട്. ടിക്കറ്റ് കൗണ്ടേഴ്സ്, ലഗേജ് ചെക്ക് ഇൻ or transfer, security checks and customs are the basics of all airport terminals. Large airports can have more than one terminal that are connected to one another through linkways such as walkways, sky bridges or trams. Smaller airports usually have only one terminal that houses all the required facilities. നമ്മളെല്ലാം ഇൻ്റർനാഷണൽ എയർപോർട്ട്സിലെല്ലാം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. ഇനി ഒരുപാട് വലിയ എയർപോർട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ 1 or 2 ഒക്കെ ആയിട്ടുള്ള ടെർമിനൽ ബിൽഡിങ്സ് നമുക്ക് കാണാം. ഈ ഒരു ടെർമിനൽ ബിൽഡിങ്സിനെല്ലാം ഒന്നുകിൽ
സ്കൈ ബ്രിഡ്ജസ് വഴിയോ അല്ലെങ്കിൽ വാക്ക് വേസ് വഴിയോ അല്ലെങ്കിൽ ട്രാംസ് വഴിയോ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെറിയ എയർപോർട്ടുകളാണെങ്കിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം ഒരൊറ്റ ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് വൺ ഇസ് ദ ഏപ്രൺ. Aircraft aprons are the areas where the aircraft park. Apron are also sometimes called ramps. They vary in size from areas that may hold 5 or 10 small planes to the very large areas that the major airports have. അതായത് ഒന്നുകിൽ 5 or 10 ആയിട്ടുള്ള പ്ലെയിൻസിനെ, സ്മോൾ പ്ലെയിൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഏപ്രൺസും ഉണ്ട്. ഇനി അതല്ലാതെ മേജർ എയർപോർട്ട്സിൽ ഒരുപാട് വലിയ എയർക്രാഫ്റ്റിനെ അതും ലാർജർ നമ്പർ ഓഫ് എയർക്രാഫ്റ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഏപ്രൺസും ലാർജർ എയർപോർട്ട്സിൽ ഉണ്ടായിരിക്കും. ഇനി ഏപ്രൺ എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് റാമ്പ്. അതായത് ഒരു എയർപോർട്ടിൽ എപ്പോഴും എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിടുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഏപ്രൺ. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഏപ്രൺ. നമ്മൾ ഒരു എയർപോർട്ടിൻ്റെ ടിപ്പിക്കൽ ലേ ഔട്ട് കാണിച്ചതിനകത്ത് ഏപ്രൺ എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്തും ഈ എയർക്രാഫ്റ്റ് എല്ലാം ലാൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയനെ നമ്മൾ ഏപ്രൺ എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് എ ടാക്സി വേ. എ ടാക്സി വേ ഈസ് എ പാത്ത് ഓൺ ആൻ എയർപോർട്ട് കണക്റ്റിംഗ് റൺവേസ് വിത്ത് റാംസ്, ഹാങ്കേഴ്സ്, ടെർമിനൽസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. They mostly have hard surface such as asphalt or concrete, although smaller airports sometimes use gravel or grass. ചെറിയ എയർപോർട്ടുകളിൽ ഈ ഒരു ടാക്സി വേ എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രേവലോ അല്ലെങ്കിൽ ഗ്രാസോ ആയിരിക്കും. പക്ഷേ സാധാരണയായിട്ട് അത് അസ്ഫാൾട്ടോ കോൺക്രീറ്റോ ഒക്കെ ആയിട്ടാണ് കാണാറുള്ളത്. ഇനി ഈ ഒരു ടാക്സി വേ എന്ന് പറയുന്നത് അതൊരു പാത്താണ് ടു കണക്ട് ദ റൺവേസ് വിത്ത് റാംസ്, ഹാങ്കേഴ്സ്, ടെർമിനൽസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. അതായത് ഈ ഒരു എയർപോർട്ടിൻ്റെ അകത്തുള്ള പാസേജ് അനുവദിക്കുന്ന, ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ അകത്തല്ല, എയർപോർട്ടിൻ്റെ അകത്ത് ഈ ഒരു ടെർമിനൽ ബിൽഡിങ്ങിനെയും അതുപോലെ റൺവേ, പിന്നെ റാമ്പ്, ഹാങ്കർ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാസേജ് അനുവദിക്കുന്ന ആ ഒരു ഹാർഡ് സർഫസ്, റോഡ് പോലെ തന്നെയുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ ടാക്സി വേ എന്ന് പറയുന്നത്. അടുത്തത് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്. എ പോർഷൻ ഓഫ് ആൻ ഏപ്രൺ designated as taxiway and intended to provide access to aircraft stands only. ഇതിൽ ഒരു പോർഷൻ ഓഫ് എയർക്രാഫ്റ്റിനെ ടാക്സി വേയുടെ ഒരു ഏപ്രൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ ഈ ഒരു എയർക്രാഫ്റ്റ് സ്റ്റാൻഡായിട്ട് പറയുന്നത്. ടു സ്റ്റാൻഡ് ദ എയർക്രാഫ്റ്റ് ഓൺലി. അതായത് എയർക്രാഫ്റ്റിന് സ്റ്റാൻഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ ടവർ. എ ടവർ അറ്റ് ആൻ എയർഫീൽഡ് ഫ്രം വിച്ച് എയർ ട്രാഫിക് ഈസ് കൺട്രോൾഡ് ബൈ റേഡിയോ ആൻഡ് ഒബ്സർവ്ഡ് ഫിസിക്കലി ആൻഡ് ബൈ റഡാർ. റഡാറോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഒബ്സർവേഷൻ വഴിയോ ഒരു റേഡിയോ വഴി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എയർ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ടവറിനെയാണ് നമ്മൾ കൺട്രോൾ ടവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പാർക്കിംഗ്. പാർക്കിംഗ് ഈസ് എ സ്പെസിഫിക് ഏരിയ ഓഫ് എയർപോർട്ട് അറ്റ് വിച്ച് വെഹിക്കിൾ പാർക്ക്. അതായത് ഈ എയർപോർട്ടിലേക്ക് ഒന്നുകിൽ വരുന്ന ആളുകളെയോ അല്ലെങ്കിൽ അവിടെ നിന്നും പോകുന്ന ആളുകളെയൊക്കെ എത്തിക്കാനായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ്, ആ വെഹിക്കിൾസിന് പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയയാണ് പാർക്കിങ്ങിൽ ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഏരിയ ഓഫ് ആൻ എയർപോർട്ട് അറ്റ് വിച്ച് വെഹിക്കിൾസ് പാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർപോർട്ട് എഞ്ചിനീയറിങ് എന്താണ്, എന്തിനെക്കുറിച്ചാണ് എയർപോർട്ട് എഞ്ചിനീയറിങ് ഡീൽ ചെയ്യുന്നത്, മെയിനായിട്ട് അവിടെ എന്തൊക്കെയാണ് എയർപോർട്ടിലുള്ളത്, എന്താണ് ഒരു എയർപോർട്ട്, എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ്, ടെർമിനൽ ബിൽഡിങ്സ്, എയർക്രാഫ്റ്റ്, അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ടും റീജിയണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ ഒരു ഏപ്രൺ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റൺവേ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും ഇതിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം ശ്രദ്ധിച്ച് നോക്കുക. പ്രത്യേകിച്ച് ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് ആൻ എയർപോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പാർട്സ് എല്ലാം കണ്ട് മനസ്സിലാക്കുക. ഇനി ഈ ഭാഗങ്ങളെല്ലാം ഒരു എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കണം, അത്രത്തോളം ഡെപ്തിൽ നിങ്ങളിത് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അടുത്ത മൊഡ്യൂൾ നമുക്ക് മനസ്സിലാവുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഈ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഏപ്രൺ, റാംസ്, ഹാങ്കേഴ്സ്, അതുപോലെ റൺവേ, ഇങ്ങനെയുള്ള ടേംസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സോ അതുകൊണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴേ പഠിച്ചു പോവുക. ഓക്കെ, ഇതാണ് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ. ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ 5ാമത്തെ മൊഡ്യൂൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്തത് 6ാമത്തെ മൊഡ്യൂളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്